ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഭക്ഷ്യ കൂപ്പണുകൾ മുടങ്ങിയിട്ട് 3 മാസം. 1000 രൂപയുടെ ഭക്ഷ്യ കൂപ്പണുകൾ മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദുരന്തബാധിതർ. മെന്റർമാരെ മാറ്റിയതോടെയാണ് കൂപ്പണുകൾ മുടങ്ങിയത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. സർവ്വതും ഉരുളെടുത്ത ദുരന്തബാധിതർക്ക് സപ്ലൈകോ വഴി പ്രതിമാസം 1000 രൂപയുടെ ഭക്ഷ്യകൂപ്പണുകളാണ് നൽകിയിരുന്നത്. വാടക വീടുകളിലും ബന്ധുവീടുകളിലുമായി അഭയം തേടിയവർക്ക് ഏറെ സഹായകമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഈ കൂപ്പണുകൾ ലഭിക്കാത്തതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദുരന്തബാധിതർ. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് നിറകണ്ണുകളോടെ ദുരന്തബാധിതർ പറയുന്നു. ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം എന്നില്ല, ഞങ്ങൾക്ക് മരിച്ചാൽ മതി. ഞങ്ങൾക്ക് അത്രയും ഞങ്ങൾ വിഷമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാ, ഒന്നുമില്ല, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട. ഓരോ സാധനങ്ങളും ഞങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കല്ലാതെ തരാന്ന് പറയല്ലാതെ അവർ തരുന്നില്ല. ദുരന്തത്തിനു ശേഷം ആരോഗ്യസ്ഥിതി മോശമായി ജോലി ചെയ്യാൻ പോലും കഴിയാത്തവരും ഇവരിലുണ്ട്. പിന്നെ പണ്ട് തൊഴിലുറപ്പിൽ പോയിരുന്ന ആളുകളാണ്, ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം തൊഴിലുറപ്പിൽ പോകാൻ കഴിയില്ല. ഇവരിപ്പോ ഈ അമ്മയും അച്ഛനും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. 70-65 വയസ്സുള്ളവരാണ്. ഈ 1000 രൂപ കൂപ്പൺ വലിയൊരു സംഖ്യ തന്നെയാണ്. കാരണം റേഷൻ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്, അരിയും ഗോതമ്പ് സൗജന്യമായിട്ടുണ്ട്. അതിനോട് ഉപ്പും പച്ചമുളകും അതൊക്കെ വാങ്ങാനുള്ളത് കൊണ്ട് അപ്പൊ ഈ കൂപ്പൺ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ എടുക്കാൻ പറ്റും. കൂപ്പണുകൾക്കായി ഫണ്ട് മാറ്റിവെച്ചെങ്കിലും ദുരന്തബാധിതരെ സഹായിക്കാനായി നിയമിച്ച മെന്റർമാരെ മാറ്റിയതാണ് ഇത്തരം പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്നാണ് അധികൃതരുടെ വിശദീകരണം. പുതിയ മെന്റർമാരെ നിയമിച്ചെങ്കിലും ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.